കോഴിക്കോട് കുറ്റ്യാടി കടന്തറപ്പുഴയിലെ മലവെള്ളപ്പാച്ചിലിൽ അപകടത്തിൽപ്പെട്ട വിഷ്ണുവിന്റെ മൃതദേഹം കണ്ടെത്തി. ഇതോടെ കടന്തറപ്പുഴയിലെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 6 ആയി. 4 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് വിഷ്ണുവിന്റെ മൃതദേഹം കണ്ടെത്താനായത്. കടന്തറപ്പുഴയിലെ മലവെള്ളപ്പാച്ചിലിൽ അകപ്പെട്ടുപോയ 5 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയപ്പോഴും വിഷ്ണുവിനെ കണ്ടെത്താനാകാത്തത് നാട്ടുകാർക്ക് നിരാശയേക്കാളേറെ പ്രതീക്ഷയായിരുന്നു. ഏതെങ്കിലും പാറയിടുക്കിൽ ജീവന്റെ തുടിപ്പോടെ വിഷ്ണുവിനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ. അപകടപ്പെട്ടവരിൽ ഏറ്റവും ചെറുപ്രായക്കാരനുമാണ് 19കാരനായ വിഷ്ണു. തലനാരിഴ ഭാഗ്യത്തിനാണ് അപകടത്തിൽ നിന്ന് വിഷ്ണുവിന്റെ ചേട്ടൻ ജിഷ്ണു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഇതേ ഭാഗ്യം പക്ഷേ വിഷ്ണുവിനെ തുണച്ചില്ല. അപകട സ്ഥലത്തിന് 200 മീറ്റർ അകലെ പൂഴിത്തോട് പവർ ഹൗസിനടുത്തെ പാറയിടുക്കിൽ നിന്നാണ് വിഷ്ണുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. 9 പേരടങ്ങുന്ന സംഘമാണ് ഞായറാഴ്ച വൈകിട്ട് കടന്തറപ്പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ അകപ്പെട്ടു പോയത്. ഇതിൽ 3 പേർക്ക് മാത്രമേ രക്ഷപ്പെടാനായുള്ളൂ. കോതാട് കൊടിക്കുന്നുമേൽ രാജന്റെ മകനാണ് മരിച്ച വിഷ്ണു. വിഷ്ണുവിന്റെ മൃതദേഹം കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.